ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ടാസ്ക് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ആളുകൾക്ക് ഇടയിലുള്ള ഒരു യോജിപ്പാണ് ഈ ടാസ്ക് കോഫിഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു യൂണിറ്റി അല്ലെ കമ്മിറ്റ്മെന്റിനെയാണ് ടാസ്ക് കോഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത്. ടൈഫോയിഡ് വാട്ടർ ബോൺ ഡിസീസ് ആണോ, കൊതുകിലൂടെ അല്ലെങ്കിൽ ഇൻസെക്ട്സിലൂടെ പകരുന്നതാണോ? യെസ്, അതാണ് നമ്മൾ ഡിസീസസിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് എന്തിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് പോലും നമുക്ക് തെറ്റിക്കേണ്ടി വരും. ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻസറിനോട് കുറേ സൂചനകൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 1 എന്നൊരു ഓപ്ഷൻ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ A1 ഓപ്ഷൻ വരുന്ന 2 എണ്ണം ഉള്ളത് കൊണ്ട് ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ B4 നമ്മൾ ഗസ് ചെയ്ത് വെച്ചിരുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞ അനുസരിച്ച് B4 എന്ന് പറയുന്നത് ഇതാണ്, പ്രൊപ്പല്ലിംഗ് വൺ സെൽഫ് ഫോർവേഡ് ബൈ മൂവിങ് ബോത്ത് ഫീറ്റ് റാപ്പിഡ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി. അപ്പോൾ നമുക്ക് നമ്മുടെ 2 ഗസ് നമ്മളിവിടെ ഓപ്ഷൻസ് പോലും നോക്കാതെ വെച്ചിട്ടുണ്ട്. ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓൺ ലെഗ്സ് യൂസ് ചെയ്ത് മസിൽസ് യൂസ് ചെയ്ത് ഒരാൾ ഗ്രൗണ്ടിൽ നിന്ന് അപ്വേർഡ് പ്രൊപ്പല് ചെയ്യുന്നു. സോ C എന്ന് പറയുന്നത് 2. നമുക്ക് നോക്കിയാലോ? യെസ്, അപ്പം നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ വളരെ വേഗം തന്നെ എത്തിക്കഴിഞ്ഞു. ദെൻ ഓപ്ഷൻ D ഒന്ന് നോക്കാം. D3 പ്രൊപ്പല്ലിംഗ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് വൺസ് ആം ഓർ ഹാൻഡ്. നമുക്ക് നോക്കാം ഇതാണോ ആൻസർ എന്ന്. ഓപ്ഷൻ 3 ആണ് ആൻസർ. വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പല്ലിംഗ് വൺ സെൽഫ് ഫോർവേഡ് ബൈ ഓൾട്ടർനേറ്റ്ലി സെറ്റിംഗ് ഈച്ച് ഫുട്ട് ഓൺ ദി ഗ്രൗണ്ട്. അതായത് ഒരേ സമയത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത് നമ്മൾ BP തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓൾട്ടർനേറ്റ് ഫൂട്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. ദെൻ റണ്ണിങ്ങിന് വരുമ്പോഴോ പ്രൊപ്പല്ലിംഗ് വൺ സെൽഫ് ഫോർവേഡ് ബൈ മൂവിങ് ബോത്ത് ഫീറ്റ് റാപ്പിഡ്ലി, വളരെ റാപ്പിഡായിട്ട് 2 ഫീറ്റും യൂസ് ചെയ്യും. റാപ്പിഡ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി 2 ഇതും യൂസ് ചെയ്യും. അതാണ് വാക്കിങ്ങും റണ്ണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ജമ്പിങ്ങിന് വരുമ്പോൾ പ്രൊപ്പല്ലിംഗ് വൺ സെൽഫ് അപ്വേർഡ് ഓഫ്, മുകളിലേക്ക് ചാടുന്നു, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. എന്ത് യൂസ് ചെയ്ത്? ലെഗ്സിന്റെ മസിൽസ് യൂസ് ചെയ്ത് മുകളിലേക്ക് ചാടുന്നു. ദെൻ ത്രോയിങ് വരുന്നത് പ്രൊപ്പല്ലിംഗ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് വൺസ് ആം ഓർ ഹാൻഡ്, ഒരാളുടെ തന്നെ അല്ലെങ്കിൽ ഒരാളുടെ കൈ ഉപയോഗിച്ച് ഒബ്ജക്റ്റിനെ പ്രൊപ്പൽ ചെയ്ത് പോകുന്നത് എന്താണ്? ത്രോയിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു dash theory, if enough related tests are given, some of them will be measures of the skill in question. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? ഒരു തിയറി പ്രകാരം പറഞ്ഞിരിക്കുന്ന ആ തിയറി പ്രകാരം ഇതാണ്, if enough related tests are given, some of them will be measures of the skill in question. അതായത് ഒരു കാര്യം മെഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇനഫ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു എങ്കിൽ അതിൽ ചിലത് ആ ഒരു ക്വസ്റ്റ്യനിലൂടെ അവരുടെ സ്കില്ലിനെ മെഷർ ചെയ്യാനുള്ള ആസ്പെക്റ്റ് ആയിരിക്കും എന്ന് പറയുന്ന തിയറി ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് ഞാൻ കുറേ ചോദ്യങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ബക്ക്-ഷോട്ട് തിയറി പ്രകാരമാണ് ഇഫ് ഇനഫ് റിലേറ്റഡ് ടെസ്റ്റ് ആർ ഗിവൺ, സം ഓഫ് ദം വിൽ ബി മെഷേഴ്സ് ഓഫ് ദി സ്കിൽ ഇൻ ക്വസ്റ്റ്യൻ. എന്താണ് ഈ ബക്ക്-ഷോട്ട് തിയറി എന്ന് നമുക്ക് നോക്കാം. ബക്ക്-ഷോട്ട് തിയറി ഓഫൺ യൂസ്ഡ് മെറ്റഫോറിക്കലി ഇൻ ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് suggests a strategy for identifying measures of a particular skill. ഒരു പർട്ടിക്കുലർ സ്കില്ലിനെ മെഷർ ചെയ്യുന്നതുമായി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതാണ് ഈ ബക്ക്-ഷോട്ട് തിയറി കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇനിയും ബക്ക്-ഷോട്ട് തിയറി കൃത്യമായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് അവിടെ കൃത്യമായോ? ഓഫൺ യൂസ് ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റിൽ ഉപയോഗിക്കുന്നതാണ്
സ്ട്രാറ്റജി ഫോർ ഐഡന്റിഫൈയിങ് മെഷേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ സ്കിൽ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത്. ദെൻ മോട്ടോർ ഇന്റഗ്രേഷൻ തിയറി, നമ്മുടെ ഓപ്ഷനിലെ മറ്റ് കുറച്ച് തിയറീസും കൂടെ നമ്മൾ നോക്കണം. മേ ബി അടുത്തടുത്ത എക്സാമുകളിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ മോട്ടോർ ഇന്റഗ്രേഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? It focuses on how different motor systems work together to produce coordinated movement. വിവിധ മോട്ടോർ സിസ്റ്റംസ് കോർഡിനേറ്റഡ് ആയി വർക്ക് ചെയ്ത് എങ്ങനെ മൂവ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന തിയറിയാണ് എന്ത്? മോട്ടോർ ഇന്റഗ്രേഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ ഡൈനാമിക് ആക്ഷൻ തിയറി എന്ന് വെച്ചാൽ എന്താണ്? Deals with the principles governing the acquisition and performance of motor skills, emphasizing the dynamic nature of actions and learning processes. അതായത് ഈ ഡൈനാമിക് ആക്ഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പൾസ് എന്തിനെ കുറിച്ചാണ്? അക്വിസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് മോട്ടോർ സ്കിൽസ്. അവിടെ മോട്ടോർ സ്കിൽസിന്റെ അക്വിസിഷൻ പെർഫോമൻസിനെ കുറിച്ചുള്ള ഗവേണിംഗ് പ്രിൻസിപ്പൾസിനെ കുറിച്ച് പറയുന്നു. കൂടാതെ emphasizing the dynamic nature of actions and learning process, അതായത് ആക്ഷന്റെയും ലേണിംഗ് പ്രോസസ്സിന്റെയും ഡൈനാമിക് നേച്ചറിനെ കുറിച്ചും കൂടിയാണ് ഇവിടെ പഠിക്കുന്നത്. ആ തിയറിയുടെ പേരാണ് എന്ത്? ഡൈനാമിക് ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. ദ ടേം ആക്ഷൻ തിയറി, ഇനിയിപ്പം നമ്മുടെ ഓപ്ഷനിൽ ആക്ഷൻ തിയറി എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതുപോലെ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല. അതിനെ ഹ്യൂമൻ ആക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ട ഇന്റൻഷൻ റിലേറ്റഡ് അല്ലെ ബിഹേവിയർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആക്ഷൻ തിയറീസ് ഉണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്പോർട്സ് സൈക്കോളജി ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് എക്സർസൈസ് എൻകറേജസ് ആൻഡ് ജനറേറ്റ്സ് പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ദാറ്റ് സെർവ് ടു കൗണ്ടറാക്ട് നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ്സ് ഈസ് റെഫേർഡ് ആസ്. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ഒരു പോസിറ്റീവ് തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ. അങ്ങനെ പോസിറ്റീവ് തോട്ട്സ് ഇൻവോൾവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് അകന്നു പോകുന്നത് എന്താണ്? നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് സ്പോർട്സ് സൈക്കോളജിയിൽ പറയുന്നത് ഏതാണ്? ഏത് ഹൈപ്പോത്തിസിസ് ആണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? അതായത് എക്സർസൈസ് എൻകറേജസ് ആൻഡ് ജനറേറ്റ് പോസിറ്റീവ് തോട്ട്സ്. എക്സർസൈസുകൾ പോസിറ്റീവ് തോട്ട്സ് ഫീലിങ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സെർവ് ടു കൗണ്ടറാക്ട് നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ്സ്, അതായത് നെഗറ്റീവ് മൂഡ് സ്റ്റേറ്റ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എക്സർസൈസ് എൻകറേജ് ചെയ്യുന്നുണ്ട് എന്ന ഹൈപ്പോത്തിസിസ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഹൈപ്പോത്തിസിസ് ആണ്? ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻ ഹൈപ്പോത്തിസിസ് ആണോ? ഡിസ്ട്രാക്ഷൻ ഹൈപ്പോത്തിസിസ് ആണോ? എൻഡോർഫിൻ ഹൈപ്പോത്തിസിസ് ആണോ? കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ് ആണോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രം നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 4 കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ് ആണ്. നമുക്ക് നോക്കാം എന്താണതെന്ന്. The cognitive behavioral hypothesis directly addresses the mechanisms where exercise stimulates positive thoughts and feelings, serving as a buffer against negative mood. അപ്പം ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ് അതായത് എക്സസൈസിൽ ഏർപ്പെടുന്നത് വഴി ഒരാൾക്ക് പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഒക്കെ വരുന്നത് വഴി അയാളുടെ നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൂഡിനെയൊക്കെ അവെയർ എടുത്ത് കളയും എന്നുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ് പ്രകാരമാണ് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ ദ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എൻഗേജിങ് ഇൻ ആൻഡ് കംപ്ലീറ്റിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ റീഷേപ്പ് വൺസ് മെന്റൽ ഔട്ട്ലുക്ക് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. ഒരു വ്യക്തിയുടെ മെന്റൽ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ്ങിനെയൊക്കെ മറ്റൊരു ഇതിലേക്ക് ഏത് രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത് കാണിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസുമാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെയൊക്കെ പരമാവധി കളിക്കാനുള്ള അവസരങ്ങളും കളിയിലൂടെ അവരുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണെ രൂപപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഹൈപ്പോത്തിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2ലെ കാര്യമായിട്ട് ബന്ധപ്പെടുത്താനാണ്. ഇതിൽ കുറച്ച് ചെറിയ ചെറിയ വാക്കുകളേ ഉള്ളൂ, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന്. ഓക്കെ, ഈ ക്ലയൻറ്റ് കൺസെൻറ്റ് എന്നൊരു വാക്ക് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ
ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ആൾക്കാരെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ കൺസെന്റ് നമ്മൾ വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്ലയന്റ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലയന്റ് കൺസെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിസർച്ചുമായി ബന്ധപ്പെട്ട് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ക്ലയന്റ് കൺസെന്റ് എന്ന് പറയുന്നത് എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദെൻ ട്രെയ്റ്റ്, ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ട്രെയ്റ്റ് എപ്പോഴും പേഴ്സണാലിറ്റിയുമായിട്ട് അസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ക്ലയന്റ് കൺസെന്റ് ആസ് എ പാർട്ട് ഓഫ് എത്തിക്സ്. ദെൻ ടാസ്ക് കൊഹിഷൻ, പ്രധാനമായിട്ടും ഈ രണ്ട് ടാസ്ക് കൊഹിഷനും ബ്രൂസ് ഒഗ്ലിവിയാണ് നമുക്കിനി ആൻസർ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഏകദേശം നമ്മളൊരു ഗസ് വർക്കിൽ വെച്ചിരിക്കുന്നത് B3-യും D2-വുമാണ്. നമുക്ക് അങ്ങനെ വരുന്ന ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. B3, C2. ഓക്കെ, C2 വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോറി, D2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ബാക്കിയുള്ളതിലൊന്നും അത് വന്നിട്ടില്ല. ദെൻ നമുക്കിനി നോക്കാം. ഈ A4 ടാസ്ക് കൊഹിഷൻ ഗ്രൂപ്പ് ഡൈനാമിക്സുമായിട്ടും B3 ട്രെയ്റ്റ് പേഴ്സണാലിറ്റിയുമായിട്ടും C1 ബ്രൂസ് ഒഗ്ലിവി അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടും ക്ലയന്റ് കൺസെന്റ് എത്തിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഓപ്ഷൻ 4 നമുക്ക് ഉത്തരമായിട്ട് ഗസ് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം ഇതാണ് ഉത്തരവെന്ന്. യെസ്, ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടാസ്ക് കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർഡ് കമ്മിറ്റ്മെന്റ് ആൻഡ് അട്രാക്ഷൻ മെമ്പേഴ്സ് ഹാവ് ടുവേർഡ്സ് അച്ചീവിങ് എ ഗ്രൂപ്പ്സ് സ്പെസിഫിക് ടാസ്ക് ഓർ ഗോൾ. ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ടാസ്ക് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ആളുകൾക്ക് ഇടയിലുള്ള ഒരു യോജിപ്പാണ് ഈ ടാസ്ക് കൊഹിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു യൂണിറ്റി അല്ലെ കമ്മിറ്റ്മെന്റിനെയാണ് ടാസ്ക് കൊഹിഷൻ ഉദ്ദേശിക്കുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് എ കോർ കോമ്പണന്റ് സ്റ്റഡീഡ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സിലെ ഒരു പ്രധാനപ്പെട്ട പഠന ഏരിയ ആണിത്. വിച്ച് എക്സാമിൻസ് ദ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ അതിനെ നയിക്കുന്ന ഫോഴ്സസുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ടാസ്ക് കൊഹിഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ട്രെയ്റ്റ്, നമ്മൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഒരു ട്രെയ്റ്റ്? ഈ ട്രെയ്റ്റ് ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ ഡിസ്റ്റിംഗ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്വാളിറ്റി ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് യുണീക് നേച്ചർ. ഒരു ഇൻഡിവിജ്വലിന്റെ യുണീക് നേച്ചറിന് ആഡ് ഓൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? ട്രെയ്റ്റ് എന്ന് പറയാം. ദീസ് സ്റ്റേബിൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, തോട്ട് ആൻഡ് ഇമോഷൻ ആർ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ തോട്ട്, ബിഹേവിയർ, ഇമോഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറയുന്ന വാക്ക്. ദെൻ ബ്രൂസ് ഒഗ്ലിവി എന്ന് പറയുന്നത് അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി ഫീൽഡിലെ അതിൻ്റെ ഫൗണ്ടേഴ്സിൽ വരുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ബ്രൂസ് ഒഗ്ലിവി എന്ന് പറയുന്ന വ്യക്തി. ദെൻ ക്ലയന്റ് കൺസെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ എത്തിക്കൽ പ്രിൻസിപ്പൾ ഇൻ മെനി പ്രൊഫഷണൽ ഫീൽഡ്സ് ഇൻക്ലൂഡിങ് സൈക്കോളജി. പ്രത്യേകിച്ച് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ റിസർച്ചിൻ്റെ കാര്യങ്ങൾ ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എത്തിക്സ്, ഈ കൺസെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു എത്തിക്കൽ പ്രിൻസിപ്പളാണ്. ദിസ് ഫോൾസ് അണ്ടർ ദി ഡൊമെയിൻ ഓഫ് എത്തിക്സ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായ എന്ന് തോന്നിയ ഒരു കാര്യം നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്തില്ലേ? യെസ്, UGC നെറ്റ് എക്സാമുകൾ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. നമ്മുടെ എല്ലാ രീതിയിലും പരീക്ഷിക്കും. സോ ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Dash is the development of maximal force in minimal time, typically used an index of explosive strength. Okay, ഇത് കുറച്ച് നമ്മളെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെന്റ് ഓഫ് മാക്സിമൽ ഫോഴ്സിന്റെ ഡെവലപ്മെന്റ് എപ്പോൾ? മിനിമൽ ടൈമിൽ, ടിപ്പിക്കലി യൂസ്ഡ് ആൻ ഇൻഡെക്സ് ഓഫ് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്തുമായി ബന്ധപ്പെട്ട് മാക്സിമൽ ഫോഴ്സ് മിനിമൽ ടൈമിൽ ചെയ്യുന്ന അതിനെ പറയുന്ന ആ പ്രോസസ്സിന്റെ പേര് ഇതിനകത്തിൽ ഏതാണ്? സ്ട്രെച്ച് ഷോർട്ടനിങ് സൈക്കിൾ ആണോ? റേറ്റ് ഓഫ് ഫോഴ്സ് ഡെവലപ്മെന്റ് ആണോ? റേറ്റിംഗ്സ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ ആണോ?
ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ആണോ? നമുക്ക് നോക്കാം. ഓപ്ഷൻ 2 റേറ്റ് ഓഫ് ഫോഴ്സ് ഡെവലപ്മെന്റ് അഥവാ RFD ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. റേറ്റ് ഓഫ് ഫോഴ്സ് ഡെവലപ്മെന്റ് സ്പെസിഫിക്കലി മെഷേഴ്സ് ഹൗ ക്വിക്ക്ലി എ മസിൽ ഓർ മസിൽ ഗ്രൂപ്പ് ക്യാൻ പ്രൊഡ്യൂസ് ഫോഴ്സ്. അപ്പം റേറ്റ് ഓഫ് ഫോഴ്സ് ഡെവലപ്മെന്റ് പ്രത്യേകമായിട്ടും ഒരു മസിൽ അല്ലെ മസിൽ ഗ്രൂപ്പ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ക്വിക്കായിട്ട് മെഷർ ചെയ്യുന്ന ആസ്പെക്റ്റിനെയാണ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു എക്സ്പ്ലോസീവ് പവർ. ഈ ഒരു എക്സ്പ്ലോസീവ് പവറുമായി ബന്ധപ്പെട്ട ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോസീവ് പവറുമായി ബന്ധപ്പെട്ട് വളരെ ഡയറക്ട്ലി ലിങ്ക് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ അത്ലറ്റിക് മൂവ്മെൻറ്റ്സ്. ഈ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് അത്ലറ്റിക് മൂവ്മെൻറ്റ്സിന് വളരെയധികം അത്യാവശ്യമാണ്. ദാറ്റ് റിക്വയർഡ് റാപ്പിഡ് ആക്സിലറേഷൻ സച്ച് എസ് ജമ്പിങ്, സ്പ്രിന്റിങ് ആൻഡ് ത്രോയിങ്. അതായത് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് വളരെയധികം ആവശ്യമായിട്ടുള്ള ജമ്പിങ്, സ്പ്രിന്റിങ്, ത്രോയിങ് പോലെയുള്ള ഇതിന് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഈ റേറ്റ് ഓഫ് ഫോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, RFD എന്ന് പറയും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾക്ക് അറിയാം, അതിൽ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ അറിയാം. അതിൽ റോളിംഗ് ഫ്രിക്ഷൻ ഈ പറയുന്നതിൽ എന്തുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്, എന്തൊക്കെ ഫാക്ടേഴ്സുമായി ഇൻഫ്ലുവൻസ്ഡ് ആണെന്നാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ എ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, ഓപ്ഷൻ ബി കോഎഫിഷ്യന്റ് ഓഫ് restitution, option C radius of rolling object, D centripetal and centrifugal forces, option E deformation of surfaces and their coefficient of friction. Okay, നമുക്ക് ഓപ്ഷൻസിലേക്ക് വന്ന് ആൻസറിലോട്ട് പോകാം. ACE ഉള്ളിയാണ് ആൻസർ വരുന്നത്. റോളിംഗ് ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേത് അതിൻ്റെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, രണ്ടാമത്തേത് റേഡിയസ് ഓഫ് റോളിംഗ് ഒബ്ജക്റ്റ്, ദെൻ മൂന്നാമത്തേത് deformation of the surfaces and their coefficient of friction. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് റോളിംഗ് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റോളിംഗ് ഫ്രിക്ഷൻ, ഓൾസോ നോൺ ആസ് റോളിംഗ് റെസിസ്റ്റൻസ്, ഈസ് ദ ഫോഴ്സ് ദാറ്റ് opposes the motion when a body like a wheel or cylinder റോൾസ് ഓവർ എ സർഫസ്. അതായത് എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ റോളിംഗ് ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, റേഡിയസ് ഓഫ് റോളിംഗ് ഒബ്ജക്റ്റ് ആൻഡ് ഡീഫോർമേഷൻ ഓഫ് ദി സർഫസസ് ആൻഡ് ദെയർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാട്ടർ ബോൺ ഡിസീസസ്? ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ബ്രോങ്കൈറ്റിസ്, അമിയോബയാസിസ്, ടൈഫോയിഡ്, എംഫീസീമ. അതിൽ നമുക്ക് വാട്ടർ ബോൺ ഡിസീസ് എന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫീസീമ ഒരിക്കലും ഒരു വാട്ടർ ബോൺ ഡിസീസ് അല്ല, അത് സ്മോക്കിങ്ങിൽ നിന്ന് വരുന്ന ഡിസീസ് ആണ്. ഓക്കെ, ദെൻ ഈ ABCD ഓപ്ഷൻസ് ഒരു സാധ്യതയാണ് വാട്ടർ ബോൺ ഡിസീസിന്. നമുക്ക് നോക്കാം. BCD. ഓക്കെ, ടൈഫോയിഡ് ഉറപ്പായിട്ട് ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണല്ലോ. അപ്പോൾ D ഓപ്ഷൻ ഉള്ളത് നമുക്കവിടെ നിലനിർത്തി, അല്ലാത്തത് കളയാം. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. സോ എയും ഡിയും ഉള്ള ഓപ്ഷൻസിനെ നിർത്താം, A ആൻഡ് D. ഓക്കെ, ടൈഫോയിഡ് വാട്ടർ ബോൺ ഡിസീസ് ആണോ, കൊതുകിലൂടെ അല്ലെങ്കിൽ ഇൻസെക്ട്സിലൂടെ പകരുന്നതാണോ? യെസ്, അതാണ് നമ്മൾ ഡിസീസസിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് എന്തിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് പോലും നമുക്ക് തെറ്റിക്കേണ്ടി വരും. സോ ക്ലാസിക്കൽ വാട്ടർ ബോൺ ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വാട്ടറുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടേമാണ് അമിയോബയാസിസ്. അപ്പോൾ എയും സിയും ഓപ്ഷനായിട്ട് വരുന്ന, ഇതിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? എയും സിയും ഓപ്ഷനായി വരുന്ന ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷൻ ACD. നമുക്ക് നോക്കാം, ഇതൊരു ഗസ് വർക്കാണ്. ACD. ഓക്കെ, ബ്രോങ്കൈറ്റിസ് എന്താണ്, എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ടൈഫോയിഡ് നമുക്ക് വെള്ളത്തിൽ കൂടെ മാത്രമാണോ വരുന്നത്? നമുക്ക് നോക്കാം, ആൻസർ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. യെസ്, ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടൈഫോയിഡ്, അമിയോബയാസിസ്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്.
ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഓർ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. എംഫിസീമ എന്ന് പറയുന്നത് ലങ് കണ്ടീഷൻ ഒക്വേർഡ് ത്രൂ സ്മോക്കിംഗ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും അമിയോബയാസിസും ടൈഫോയിഡും ആണ്. ഓക്കെ, ടൈഫോയിഡ് ഉറപ്പായിട്ടും വാട്ടർ ബോൺ ഡിസീസ് ആണ്. അപ്പം ഇനിയും ഉള്ള കുറേ രോഗങ്ങൾ നമ്മളുടെ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ തെറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു മസ്ക മെസോട്ടൻസ് അനാട്ടമി ഓഫ് ടീച്ചിങ് സ്റ്റൈൽ, ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈൽ കംപ്രൈസസ് ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഹൈ ഇതിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈല് ഒരു ടീച്ചിങ് സ്റ്റൈലാണ്. ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ കംപ്രൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ടീച്ചർ സെന്റേഡ് ഡിസിഷൻ, ഓപ്ഷൻ 2 കമ്പൈൻഡ് അപ്രോച്ച് ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് സെന്റേഡ് ഡിസിഷൻ, ഓപ്ഷൻ 3 സ്റ്റുഡൻറ് സെന്റേഡ് ഡിസിഷൻ, ഓപ്ഷൻ 4 ഇവാലുവേഷൻ സെന്റേഡ് ഡിസിഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രം ആൻസേഴ്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ 2 കമ്പൈൻഡ് അപ്രോച്ച് ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് സെന്റേഡ് ഡിസിഷൻ. മുസ്ക മൊസോട്ടോൺ ഡെവലപ്ഡ് എ കോംപ്രിഹെൻസീവ് സ്പെക്ട്രം ഓഫ് ടീച്ചിങ് സ്റ്റൈൽസ്, categorizing them based on how decisions are distributed between the teacher and the student. ടീച്ചർ സ്റ്റുഡൻറ് ബിറ്റ്വീനിൽ അവരുടെ ഇതിൽ ഡിസിഷൻസിനെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ മസ്ക മൊസറ്റോന്റെ ടീച്ചിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ദ ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈൽ ഈസ് സ്പെസിഫിക് ടീച്ചിങ് മെത്തേഡ്. അതായത് ഈ ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈൽ എന്ന് പറയുന്നത് മൊസറ്റോൺസ് സ്പെക്ട്രമിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ്. It is designed to help students arrive at a particular conclusion or skill through a series of carefully sequenced questions or prompts presented by the teacher. ടീച്ചർ കൊടുക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കൃത്യമായിട്ട് കെയർഫുള്ളി അനലൈസ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കില്ലിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ഗൈഡഡ് ഡിസ്കവറി സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ തിയറി ഓഫ് എറൗസൽ that results in sudden and sharp decline in performance is referred as. അതായത് ഇത് നമ്മുടെ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തിയറി ഓഫ് എറൗസൽ ആണ്. എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്? സഡൻ ആൻഡ് ഷാർപ്പ് ഡിക്ലൈൻ ഇൻ പെർഫോമൻസ്. ഒരു കുട്ടിയുടെ പെർഫോമൻസ് വളരെ ഷാർപ്പായിട്ട് സഡൻ ആയിട്ടും ഡിക്ലൈൻ ചെയ്യുന്നു. ഈ പറയുന്ന തിയറി ഇതിനകത്തിൽ ഏതാണ്? ഇൻവേർട്ടഡ് യു തിയറി ആണോ, മൾട്ടി ഡയമെൻഷണൽ തിയറി ആണോ, കാറ്റസ്ട്രോഫി തിയറി ആണോ, റിവേഴ്സൽ തിയറി ആണോ? നമുക്ക് നോക്കാം. ഓപ്ഷൻ 3 കാറ്റസ്ട്രോഫി തിയറി ആണ്. എന്താണ് കാറ്റസ്ട്രോഫി തിയറി? കാറ്റസ്ട്രോഫി തിയറി പ്രപ്പോസ്ഡ് ബൈ റിസർച്ചേഴ്സ് ലൈക്ക് ഹാർഡി ആൻഡ് ഫസി. ഹാർഡി ആൻഡ് ഫസി ആണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സജസ്റ്റ് ദാറ്റ് പെർഫോമൻസ് ഡിക്രീസ് ഡ്രമാറ്റിക്കലി ആൻഡ് സഡൻലി when physiological and psychological arousal reach a high level. അതായത് ഫിസിയോളജിക്കൽ അല്ലെ സൈക്കോളജിക്കൽ എറൗസൽ അതിൻ്റെ ഹൈ ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ പെർഫോമൻസ് വളരെ ഡ്രമാറ്റിക്കലി സഡൻലി കുറയും എന്നൊരു കാര്യമാണ് ഈ കാറ്റസ്ട്രോഫി തിയറിയിൽ ആര് പറയുന്നത്? ഹാർഡി ആൻഡ് ഫസി പറയുന്നത്. എസ്പെഷ്യലി വെൻ കമ്പൈൻഡ് വിത്ത് ഹൈ ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് ആൻസൈറ്റി. പ്രത്യേകിച്ചും ഇത് ആൻസൈറ്റി എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ദിസ് തിയറി സ്പെസിഫിക്കലി അഡ്രസ്സസ് ദ സിനാറിയോ ഓഫ് എ സഡൻ ഷാർപ്പ് ഡ്രോപ്പ് ഇൻ പെർഫോമൻസ് ഡയറക്ട്ലി മാച്ചിങ് ദ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ എനിക്ക് എപ്പോഴും എത്താൻ പറ്റുമോ എന്നുള്ള ഒരു മനസ്സിൻ്റെ ആകുലതയും കാര്യങ്ങളും ഒരു വ്യക്തിക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഉള്ള പെർഫോമൻസ് അവരുടേത് പോയി പോകും. അപ്പോൾ അതാണ് ഈ കാറ്റസ്ട്രോഫി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ റണ്ണേഴ്സ് സ്പീഡ് അറ്റ് 10 meter മാർക്ക് ഈസ് 5.9 meter per second and it took 1.8 seconds to get there, then the average acceleration would be. അതായത് ഇവിടെ ആവറേജ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഡിസ്റ്റൻസ് 10 meter എന്ന് തന്നിട്ടുണ്ട്. 5.9 meter per second ഇത് ചെയ്യുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. ദെൻ 1.8 seconds ആണ് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് എടുത്തത് പറഞ്ഞു. ഇതിലേതാണ് ആൻസർ വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
സോ 3.3 മീറ്റർ സെക്കൻഡ് അതാണ് ആൻസർ വരുന്നത്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു റണ്ണറിന്റെ സ്പീഡിന്റെ ഫൈനൽ വെലോസിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 5.9 മീറ്റർ സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 10 മീറ്റർ ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് 1.8 സെക്കൻഡ്സ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇതൊന്നും തരാത്തത് കൊണ്ട് അത് 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കുക. നമുക്ക് ആക്സിലറേഷൻ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഫോർമുലയാണ് v = u + at. അതായത് v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി 5.9 ഇവിടെ ഉണ്ട്. ദെൻ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അത് 0 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഇവിടെ ഉണ്ട്. ദെൻ a ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ദെൻ ഇൻറ്റു ടി ആണ്, എ ടി ടി എന്ന് പറയുന്നത് ടൈമാണ് 1.8. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 5.9 ആണ് നമുക്ക് ഫൈനൽ റിസൾട്ട് വരേണ്ടത്. 0 + a × 1.8 ഈ രീതിയിലാണ് ഉത്തരവും കാര്യങ്ങളും വരേണ്ടത്. അങ്ങനെ ഫൈനൽ റിസൾട്ട് വരുന്നതാണ് 3.278 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ഓപ്ഷനിലെ ഇതനുസരിച്ച് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് 3.3 മീറ്റർ സെക്കൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഏകദേശം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് വരാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ആർ അസോസിയേറ്റഡ് വിത്ത് കോഹോർട്ട് സ്റ്റഡീസ്? കോഹോർട്ട് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കോഹോർട്ട് സ്റ്റഡീസുമായി അസോസിയേറ്റ് ചെയ്യാവുന്ന ടേംസ് ഇതിനകത്ത് ഏതാണ്? ഫോളോ അപ്പ് സ്റ്റഡീസ്, ഓപ്ഷൻ ബി എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ്, ഓപ്ഷൻ സി പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ്, ഓപ്ഷൻ ഡി കേസ് സ്റ്റഡീസ്, ഓപ്ഷൻ ഇ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ്. ഈ ഒരു ക്വസ്റ്റ്യന് ഈ കോഹോർട്ട് സ്റ്റഡീസ് എന്നതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഇതിൽ നിന്ന് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കോഹോർട്ട് സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേതായിരിക്കാം ആൻസർ വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഓപ്ഷൻസും കൂടെ നോക്കാം. ഈ കോമ്പിനേഷൻസിൽ ഏത് ആൻസർ ആയിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. എല്ലാവരുടെയും പഠനം നന്നായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.